ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വെല്ലുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക്, ഒരു ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു 3 കപ്പ് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ചിക്കൻ കുറച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഞാനിതിന് അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ വെന്ത വെള്ളം ഒന്ന് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ആ ചിക്കൻ്റെ പീസും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ചിക്കൻ്റെ പീസ് നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഉതിർത്തെടുക്കാം. അത് നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, കത്തി ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ചെയ്യാം. ഞാനിവിടെ കൈകൊണ്ട് തന്നെയാണ് അതിങ്ങനെ ഉതിർത്തിടുന്നത്. അത് നമുക്ക് സൂപ്പ് കഴിക്കുമ്പം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. കഴിക്കുമ്പം സൂപ്പ് ചിക്കൻ്റെ ഒരു പീസ് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഉതിർത്തിടുന്നുണ്ട്. ഓരോ പീസായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉതിർത്ത് ഓരോന്നായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ വേണ്ടുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, കുറച്ച് സ്പ്രിങ് ഓണിയൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് എണ്ണ ഒഴിച്ച് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്പ്രിങ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വെന്ത് വരുമ്പം നമുക്ക് ചിക്കൻ്റെ വെന്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഏകദേശം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചിക്കൻ്റെ വെള്ളം. ഇനി നമുക്കടുത്തത് ആ ചിക്കൻ ഉണ്ടല്ലോ, ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ, അതെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ അളവിനനുസരിച്ചിട്ട് വെള്ളം കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കടുത്തത് കുറച്ച് സോയാ സോസ് ഒഴിക്കണം. സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്തു. കുറച്ച് എരിവിനനുസരിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സൂപ്പ് കുടിക്കുമ്പം കുറച്ച് എരിവുള്ളത് നല്ലതാണ്. അപ്പോൾ ആ ഒരു എരിവിന് വേണ്ടിയിട്ടാണ് കുരുമുളക് കുറച്ച് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ കുറച്ച് ഒരു സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സ്പ്രിങ് ഓണിയൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ ഈ സൂപ്പിൻ്റെ കട്ടിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എത്ര നല്ല കട്ടിയിൽ വേണ്ടുന്നവർക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂണ് കോൺഫ്ലോർ ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത്
എഗ്ഗാണ്, മുട്ടയുടെ വെള്ളം മാത്രമാണ് എടുത്തിരിക്കുന്നത്. മുട്ടയുടെ വെള്ളം മാറ്റി വെച്ച് അത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ചുകൂടെ സോയാ സോസ് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറവുള്ളത് പോലെയുണ്ട്. ഞാൻ കുറച്ചുകൂടെ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. നമ്മളുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.